ഹായ് ഡിയേഴ്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ടെറസ് ഗാർഡനിൽ ഉണ്ടായിരിക്കുന്ന ചീര കൃഷിയാണ്. ഞാൻ ടെറസ് ഗാർഡന്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവരെല്ലാം എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇപ്പൊ ഇവിടെ വളരെ കുറച്ച് പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2 ആഴ്ച കൊണ്ടുണ്ടായ ചീരയാണിത്. ഒരു 5 മാസമായിട്ട് ഇപ്പൊ നമുക്ക് ഈ കൃഷിയൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ നമ്മുടെ വീഡിയോ തന്നെ ഇടുന്നത് വളരെ കുറവായിരുന്നു കുറച്ച് സമയങ്ങളിൽ. അപ്പൊ നമ്മുടെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്ന കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു, ചേച്ചിക്ക് എന്ത് പറ്റി, സുഖമില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കല്ല അസുഖം വന്നത്, എൻ്റെ ഹസ്ബൻഡിനാണ്. ഇപ്പൊ ഒരു 5 മാസമായി ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റായിരുന്നത്. എന്നാലും കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ കണ്ടിട്ട് ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ചേച്ചിക്ക് തീരെ വയ്യേ, ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പെട്ടെന്ന് വരുന്ന അസുഖം നമ്മളെ വല്ലാതെ തളർത്തിക്കളയാലോ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പെട്ടെന്ന് ഇപ്പൊ കുറച്ച് റിക്കവറായി വരുന്നു. പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല ഡിപ്രഷനായി പോകുന്നു. അപ്പൊ ഞാൻ പതുക്കെ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി. അതുപോലെ കുറച്ച് കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലെ സങ്കടങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല നമ്മൾ ധൈര്യപൂർവ്വം നേരിടുക, നമ്മൾ നല്ല ആക്റ്റീവായിരിക്കുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിന് കുറച്ച് ശാന്തത കിട്ടുകയും. അപ്പൊ എല്ലാവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാവണം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ നമ്മുടെ ഈ ചീര കൊണ്ട് ഒരു കറിയും കൂടി ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ചീര മുളകൂശ്യം, വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചീരക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചെറിയ കെട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. ചീരയുടെ റൂട്ടിന്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചീര ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി കറിയിൽ ചേർക്കാനായിട്ട് കുറച്ച് പരിപ്പ് കുക്ക് ചെയ്തെടുക്കണം. പരിപ്പ് നമുക്ക് തുവരപ്പരിപ്പോ അല്ലെങ്കിൽ നമ്മൾ പായസത്തിന് എടുക്കുന്ന ചെറുപയർ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപയർ പരിപ്പാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനൊരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. പരിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് പരിപ്പ് വരെ എല്ലാം എടുക്കാം. ഇനി പരിപ്പ് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുക്കണം. പരിപ്പ് ഈ കാണുന്ന പോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത പരിപ്പിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരക്കുന്ന സമയത്തും നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുക്കർ മൂടി ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 3-4 വിസിൽ വരുന്നവരെ ഒന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് ഇപ്പൊ കുക്കറിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് പരിപ്പ് മാറ്റി വെക്കാം. കറിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഒരു 3 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം മിക്സി മൂടി ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. തേങ്ങ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണക്കമുളകും നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയും വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ചീര ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും ചീര നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീരയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പാനൊന്ന് മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
3-4 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചീര ഇപ്പോൾ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാനുള്ളതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടി കുക്ക് ചെയ്യണം. 2-3 മിനിറ്റിന് ശേഷം പാൻ്റെ മൂടി മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറി കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കറി ഓഫ് ചെയ്യാം. ഇനി ചീരക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്താൽ മതി. ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വളരെ രുചികരവും നല്ല ഹെൽത്തിയുമായി നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.